ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? എൻ്റെ സ്വന്തം രചനയിൽ കൂട്ട്. മുറ്റത്തെ ഇലഞ്ഞു മരച്ചുവട്ടിൽ അങ്ങും വന്നു പക്ഷിക്കൂട്ടം. തിരിച്ചറിയാനാവാത്ത അവരുടെ ശബ്ദ കോലാഹലം കേട്ടിരിക്കാൻ നല്ല രസം തോന്നും. ഉപ്പൻ്റെ മൂർച്ചയുള്ള ശബ്ദം മാത്രം തിരിച്ചറിയാം. വേലിക്കരികിലെ ചെമ്പരത്തിച്ചെടിയിൽ പറന്നു കളിക്കുന്ന അടയ്ക്ക പക്ഷികൾ. അവയുടെ സൂചിമനവുള്ളിയുള്ള കൊക്കുകൾ പൂവിലേക്ക് ആഴ്ന്നിറങ്ങി തേൻ കുടിക്കുന്നത് ശ്രദ്ധയോടെ നോക്കി നിൽക്കാറുണ്ട്. ആറരയായിട്ടും നേരം പുലർന്നിട്ടില്ല. ആകാശപ്പൊതുപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കി പുഞ്ചിരിക്കാൻ ഉദയസൂര്യൻ എന്തോ മടി പോലെ. പുലർച്ചെ കോഴി കൂവുമ്പോൾ എഴുന്നേറ്റ് ശീലമുള്ളതുകൊണ്ട് അറിയാതെ പൊങ്ങിപ്പോരും. പണ്ടത്തെ പോലെ മുളകരയ്ക്കണ്ട, തുണി അലക്കണ്ട, ഇടിക്കണ്ട, പൊടിക്കണ്ട, എല്ലാം ഞൊടിയിടയിൽ കഴിയുമെന്നതുകൊണ്ട് സമയവും ലാഭം. അതുകൊണ്ടെന്താ, മുൻപ് VIP രോഗങ്ങളായിരുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ സർവ്വസാധാരണമായിരിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും മണ്ണും മണലും എന്നതുപോലെ ഇഴുകിച്ചേർന്നിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരായിരുന്നു. ഇന്ന് വീട്ടുജോലികളെല്ലാം തീർന്നു. ഇനി ഇതൊന്നുകൂടിയുള്ളൂ. അല്പം ഉപ്പും മുളകും തേങ്ങയും പുളിയും എല്ലാം കൂടി ചുട്ട് അമ്മിക്കല്ലിൽ അരച്ചെടുക്കണം. സാറേ, ഇറങ്ങാറായോ? ദാ ആളെത്തിക്കഴിഞ്ഞു. അപ്പുറത്തെ വീട്ടിലെ ഐഷാബിയാണ്. 70-ലും ബാല്യത്തിൻ്റെ ചുറുചുറുക്ക്. 9 മണിക്ക് പണിക്കിറങ്ങിയാൽ മതിയെങ്കിലും 10 മിനിറ്റ് മുമ്പ് അവരെത്തും. പ്രായത്തിൽ മുതിർന്ന ആളായതുകൊണ്ട് എല്ലാവർക്കും അവർ ഇത്താത്തയാണ്. ചായ കുടിച്ചോ ഇത്താത്ത? ഇല്ലെങ്കിൽ ബാ, അരയ്ക്കുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. വേണ്ട മോളെ, ഞാൻ ഇച്ചിരി പഴങ്കഞ്ഞി കുടിച്ച്. ഇനിയിപ്പോൾ ഈ പഴങ്കഞ്ഞിയായിരിക്കുമോ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം? ആ മുഖത്ത് ഒരു പുഞ്ചിരി മിന്നി മറിഞ്ഞത് ഇത്താത്ത കണ്ടില്ല. മക്കളൊക്കെ ഉണ്ടെങ്കിലും അവരിന്ന് ഒറ്റയ്ക്കാണ് താമസം. എൻ്റെ മയ്യത്ത് ഇവിടെ നിന്ന് എടുക്കൂ, ദൃഢനിശ്ചയത്തിലായിരുന്നു അവർ. ഇത്തിരി കുറുമ്പ് കൂടുതലുണ്ട് താത്താക്ക്. ഈ വീടിൻ്റെ ഓരോ കല്ലും മണ്ണും എൻ്റെ വീർപ്പിൻ്റെ ഉപ്പ് രസം കാണും. ഇവിടെ കിടന്നാൽ എനിക്ക് ഉറക്കം വരും, അവരെപ്പോഴും പറയും. 15 വയസ്സിൽ കാതിർക്കാൻ്റെ കൈപിടിച്ച് വന്നതാണ്. കൈകൊട്ടിപ്പാട്ടും ദഫ്മുട്ടും രാത്രിയിലെ ആഘോഷത്തിന് മാറ്റുകൂട്ടി. നിക്കാഹ് കഴിഞ്ഞ് 3-ാം പക്കമാണ് ആ മുഖമൊന്നും നേരാമണ്ണം തന്നെ കണ്ടത്. ഉണ്ട കണ്ണും കൊമ്പൻ മീശയും ബാപ്പാൻ്റെ അത്രയും പ്രായവും. ചേലില്ലാത്ത ആ മുഖം കണ്ട് വാതിൽ മറവിലൊളിച്ചെങ്കിലും അയാളുടെ സ്നേഹമിശ്രണമായ പെരുമാറ്റവും സംസാരവും അവരെ അയാളിലേക്ക് അടുപ്പിച്ചു. ഞാൻ വേഗം ഇത്താത്തയ്ക്ക് കൂടിയുള്ള ചോറും പാത്രത്തിലാക്കി. സ്പെഷ്യൽ ചമ്മന്തി ഇത്താത്തയ്ക്കാണ്. അല്പം ഉണക്കമീൻ ചുട്ടത് കൂടിയുണ്ടെങ്കിൽ ഇത്താത്തയ്ക്ക് കുശാലായി. പാവം, അവരൊറ്റയ്ക്ക് വെച്ചുണ്ടാക്കണ്ടേ. ആൺമക്കളുണ്ടെങ്കിലും നിർബന്ധിച്ച് അവർ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയെങ്കിലും വീർപ്പ് മുട്ടിയാണ് അവരവിടെ 1 മാസം നിന്നത്. ഈ മണ്ണിൻ്റെ മണവും വയലേലകളും ഫലവൃക്ഷങ്ങളെ തഴുകിയെത്തുന്ന കാറ്റും ശാന്തസുന്ദരമായ പ്രകൃതി ഭംഗിയും പള്ളിയിൽ നിന്നുള്ള ബാങ്കുവിളിയും കാതിർക്കാനടക്കിയ ചോലക്കര പള്ളിപ്പറമ്പും എല്ലാം അവർക്കെന്നും ഒരു ഹരമാണ്. മക്കൾ അയക്കുന്ന പണമൊക്കെ അവർ പാവങ്ങൾക്ക് കൊടുക്കും. അവർക്കെന്നും അധ്വാനിച്ച് ജീവിക്കാനാണ് ഇഷ്ടം. എല്ലാവരോടും കൂട്ടുകൂടാം, ഒറ്റയ്ക്കാണെന്ന തോന്നലും ഉണ്ടാവില്ല. ഞാൻ വേഗം ഇറങ്ങി നടന്നു. പോരുന്ന വഴിയിൽ, സാറേ ഞാൻ ഇറങ്ങിട്ടോ. ഉമ്മറത്ത് നിന്നിരുന്ന രാജമ്മ ചേച്ചി മുറ്റത്ത് അയയിലിട്ടിരുന്ന തോർത്തെടുത്ത് കുടഞ്ഞ് തോളിലിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന സഞ്ചിയും എടുത്ത് ഇറങ്ങി. സാറേ എന്നുള്ള ആ വിളി കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നും. അറിയാതെ ചുണ്ടിലൂറിയ ചിരി ഒളിപ്പിച്ച് അപ്പനും അമ്മയ്ക്കും ഒരു താങ്ക്സ് പറയും. 10-ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സാറയ്ക്ക് ചുളിവിലൊരു സാറാവാനും കഴിഞ്ഞല്ലോ. ഇന്ന് ദേവിച്ചേട്ടൻ്റെ പറമ്പിലാണ് പണി. ഇന്ന് എന്താ അമ്മൂനെ കണ്ടില്ലല്ലോ? ഇത്താത്ത സംശയം പ്രകടിപ്പിച്ചു. കെട്ടിയോന് സൂക്കേടങ്ങാൻ കൂടിക്കാണൂ. അപ്പോഴാണോ ഓടിക്കിതച്ച അമ്മ എത്തിയത്. അരമണിക്കൂർ വൈകിയിരിക്കുന്നു. ഉണ്ണിക്കുട്ടന് പനി, കാഷ്വാലിറ്റിയിൽ കാണിച്ചു. മരുന്ന് വാങ്ങി, അതാവട്ടോ വൈകിയേ. ദേ അമ്മച്ചി, ഓരോ കാരണം പറഞ്ഞ് ഇത് പതിവാക്കല്ലേ. കൂട്ടത്തിലൊരാൾ ചൂടായി. അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ? ഇത്താത്ത ഇടയ്ക്ക് കയറി തണുപ്പിക്കാൻ ശ്രമിച്ചു. അമ്മുവിൻ്റെ ഭർത്താവ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. നിരന്തരമായ മദ്യപാനവും പുകവലിയും അയാളെ ഒരു നിത്യരോഗിയാക്കി. ഡോക്ടർമാർ വിലക്കിയിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. പണി കഴിഞ്ഞ് പുള്ളിക്കാരൻ വരുന്നത് കൊച്ചുകുട്ടികൾ പിച്ച വെച്ച് വരുന്ന പോലെയാണ്. അടുത്ത കാലം എവിടെ വയ്ക്കുമെന്ന് നിശ്ചയമില്ലാതെ ഒരേ നിൽപ്പാണ്. ഉണ്ണിക്കുട്ടൻ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വഴി കാണുന്നതെല്ലാം തട്ടിമറിച്ച് നശിപ്പിക്കും. മനഃപൂർവ്വമല്ല കേട്ടോ, പോകുന്ന വഴി വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ച് പോകുന്നതാണ്. വിധിയെ പഴിച്ച് മോനെ നെഞ്ചോട് ചേർത്ത് ഉറങ്ങാത്ത രാവുകൾ. മകൻ മാത്രമായി അവരുടെ ലോകം ചുരുങ്ങി. അപ്പോഴാണ് അവരോടൊപ്പം ജോലിക്കിറങ്ങാൻ അവൾ തയ്യാറായത്. മകൻ്റെ പഠിപ്പ്, ഭർത്താവിൻ്റെ ചികിത്സ, കുറച്ചൊക്കെ ഇതുകൊണ്ട് നടക്കും.
പാടത്ത് മേയാൻ വിട്ടിരുന്ന പോത്തിനു ചുറ്റുമായി ഒറ്റക്കാലിൽ നിൽക്കുന്ന വെളുത്ത കൊക്കുകൾ, വരമ്പരുകത്തെ തെങ്ങിൻ തലപ്പുകളിൽ ഊഞ്ഞാലാകുന്ന കുരുവിക്കൂട്, കാവി പൂശിയ പാടത്ത് വിത്തെറിഞ്ഞ് പച്ച പരവതാനി വിരിച്ചതുപോലെ മുളച്ചു പൊന്തിയ ഞാറൻകൂട്ടങ്ങൾ കാണാൻ നല്ല ചന്തം തോന്നി. എല്ലാവരും ചിരിയും കളിയുമായി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരുന്നു. ഐഷാബിയുടെ മുന്നിൽ ചോറും കറികളും നിരത്തിയപ്പോൾ അവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. വാരിയ ചോറ് കയ്യിൽ വെച്ച് അവർ ഏറുനേരം സാറയെ തന്നെ നോക്കിയിരുന്നു. തനിക്ക് ജനിക്കാതെ പോയ മകളാണിവളെന്ന് അവർ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. കഴിക്കിത്താത്ത, അവൾ സ്നേഹപൂർവ്വം അവരെ ശാസിച്ചു. ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മയിലാണോ അവർ? മക്കൾ അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണെങ്കിലും അവരുടെ പരിഷ്കാരങ്ങളുമായി ഒത്തുപോകാനുള്ള മടിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പഴയ ജീവിതം മാറ്റാനുള്ള മടിയായിരിക്കാം ഇവരെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അടുത്തുള്ള മരത്തിലേക്ക് ചാഞ്ഞിരുന്ന ഇത്താത്ത സ്വർഗത്തിൽ കാത്തിരിക്കാൻ്റെ കൂട്ടുകൂടാൻ പോയത് സാറി എറിഞ്ഞത് ആ ദേഹം സ്വന്തം ദേഹത്തേക്ക് ചാരി വീണപ്പോഴായിരുന്നു.